ഷാഹിദ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ കാണിക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ്. ഒരു വിസിലിൽ ഈ കറിയായി മാറും. ചിക്കൻ കറി ഉണ്ടാക്കുന്നതിന് ചുവന്നുള്ളി ഒരു 20 ചുവന്നുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്നു, കറിവേപ്പില, 2 പച്ചമുളക്, 4 ഉരുളക്കിഴങ്ങ്, ഒരു തക്കാളി, മല്ലിയില. പൊടികൾ വറുത്ത് വേണം എടുക്കാൻ. അതിന് മുളക് പൊടി 2 ടേബിൾ സ്പൂൺ, മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടേബിൾ സ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടേബിൾ സ്പൂൺ, ഇഞ്ചി വെളുത്തുള്ളി ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇത്രയും ഇറച്ചിയുടെ കൂടെ ഇട്ട് വേവിക്കണം. ഇനി എങ്ങനെയാണ് കറി ഉണ്ടാക്കുന്നതെന്ന് കുക്കർ അടുപ്പത്ത് വെച്ച് അടുപ്പ് കത്തിച്ചതിന് ശേഷം ചിക്കൻ ഇട്ട് കൊടുക്കുക. അതിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കുക. അതിന് ശേഷം മല്ലിയില, ചുവന്നുള്ളി അരിഞ്ഞത്, ചുവന്നുള്ളി നല്ല പൊടിയായിട്ടാണ് അരിഞ്ഞിരിക്കുന്നത്, 2 പച്ചമുളക് ഒടിച്ചിട്ട് കൊടുക്കും, ഒരിടത്തരം തക്കാളി അത് അരിഞ്ഞത്, 4 ചെറിയ ഉരുളക്കിഴങ്ങാണ് ഞാനെടുത്തത്, അതിൽ പകുതിയാക്കിയിടും. ഇതെല്ലാം ഇട്ടതിന് ശേഷം ആവശ്യത്തിന് ഉപ്പിട്ട് നല്ലവണ്ണം ഇളക്കിയതിന് ശേഷം നല്ലവണ്ണം ഇളക്കി അതിന് ശേഷം കുക്കർ അടച്ച് വെച്ച് നല്ല തീ കൂട്ടി വെച്ച് 1 വിസിലും തീ കുറച്ച് വെച്ച് 1/2 വിസിലും വരുമ്പോൾ അടുപ്പ് ഓഫ് ചെയ്യുക. കുക്കറിൽ 1 വിസിൽ ഫുള്ളും പകുതി വിസിൽ വരാനും ആയിട്ടിരിക്കുന്നു. മാറ്റി വെക്കുകയാണ്. ഇനി ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് പൊടികളെല്ലാം വറുത്തെടുക്കും. നല്ലവണ്ണം തീ കുറച്ച് വെച്ച് വേണം ചൂടാക്കി വെക്കാൻ. തീ കൂട്ടി വെച്ചാൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് തീ കുറച്ച് വെക്കണമെന്ന് പറയുന്നത്. മുളക് പൊടി നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കുറച്ച് മുളക് പൊടി കൂടെ ഇടാവുന്നതാണ്. ഇവിടെ കുറച്ച് എരിവ് അധികം വേണ്ട എന്നുള്ളത് കൊണ്ട് ഞാൻ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി മാത്രമേ ഇട്ടുള്ളൂ. പിരിയൻ മുളക് പൊടിയാണത്. കാശ്മീരി ചില്ലി ആണെങ്കിൽ 3 ടേബിൾ സ്പൂൺ ഇടാം. പിരിയൻ ആയതുകൊണ്ട് 2 ടേബിൾ സ്പൂണേ ഇട്ടുള്ളൂ. മല്ലിപ്പൊടിയും സെയിം ആണ് ഇട്ടിരിക്കുന്നത്. ഇത് കറി എല്ലാവർക്കും വെക്കാൻ അറിയാമായിരിക്കും. എന്നാലും അറിഞ്ഞുകൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ബാച്ചിലേഴ്സിനും എല്ലാമാണ് ഞാനിത് ഇട്ടത്. ഹോസ്റ്റലിൽ നിൽക്കുന്നവർക്കും ബാച്ചിലേഴ്സിനും പ്രവാസികൾക്കും വേണ്ടിയാണ് ഇത് ഞാനിട്ടത്. വളരെ എളുപ്പമുള്ള കറിയാണിത്. പെട്ടെന്ന് ഒരു കറി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇത് വെക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ചെറിയൊരു മണം വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരു നിറം മാറുമ്പോൾ എടുത്ത് അപ്പം തന്നെ അങ്ങ് മാറ്റിയേക്കണം. നല്ല രുചിയുള്ള ഒരു ചിക്കൻ കറിയാണിത്. എല്ലാവരും ചെയ്തു നോക്കണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് തരണേ. എൻ്റെ ഈ കറി ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എനിക്ക് കമൻറ്റിലൂടെ അറിയിക്കണേ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പരിചയത്തിലുള്ളവർക്കും ഇതൊരു ഷെയർ ചെയ്ത് കൊടുത്തേക്കണേ. ഇത് ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. ഫുള്ള് സ്കിപ്പ് ചെയ്യാതെ എല്ലാം നിങ്ങൾ കാണണം. പൊടികൾ നല്ല ചൂടായിട്ടുണ്ട്. ഇനി അടുപ്പ് അണച്ചേക്കുക.
അടുപ്പ് അണച്ചതിന് ശേഷം നല്ലവണ്ണം ഇളക്കി കൊടുക്കണം. ചിക്കൻ്റെ വിസിൽ മൊത്തം പോയതിന് ശേഷം പ്രഷർ മൊത്തം പോകുന്നത് വരെ വെയിറ്റ് ചെയ്യും. ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ എണ്ണ ഇട്ട് കൊടുക്കും. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കേണ്ടതാണ്. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കും. കറിവേപ്പില ഇട്ട് കൊടുത്തതിന് ശേഷം ചെറുതായിട്ട് അരിഞ്ഞിരിക്കുന്ന ഒരു ചെറിയ സവാള ഇട്ട് കൊടുക്കും. ഉള്ളി നല്ലവണ്ണം ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റിയെടുക്കും. നല്ല മണം വരുന്നുണ്ട്. കറിവേപ്പിലയുടെയും സവാളയുടെയും എല്ലാം നല്ല മണം. ഈ കറി ചപ്പാത്തിയുടെ കൂടെയും ചോറിൻ്റെ കൂടെയും നെയ്ച്ചോറിൻ്റെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും എല്ലാം ഉപയോഗിക്കാൻ പറ്റിയ കറിയാണ്. വളരെ എളുപ്പത്തിലുള്ള കറിയാണിത്. നല്ല ടേസ്റ്റും ഉണ്ട്. ഉള്ളി നല്ല മൊരിഞ്ഞ് വരുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സവാളയും കറിവേപ്പിലയും ഏകദേശം ബ്രൗൺ കളറായി തുടങ്ങുന്നുണ്ട്. തീ കുറച്ച് വെക്കുക. അതിനുശേഷം വറുത്ത് വെച്ച പൊടികളിട്ടു. അതും കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വേവിച്ച് വെച്ചിരിക്കുന്ന ഇറച്ചിയും ഉരുളക്കിഴങ്ങും ഇട്ട് കൊടുക്കുക. നല്ലവണ്ണം ഇളക്കി കൊടുക്കുക. കറി ചാറില്ലാത്ത ഒരു കറിയായിട്ടാണ് ഞാൻ എടുക്കുന്നത്. ഉരുളക്കിഴങ്ങ് നല്ലപോലെ വെന്തിട്ടുണ്ട്. നല്ലപോലെ യോജിപ്പിച്ചതിന് ശേഷം കുറച്ച് വെള്ളം പ്രഷർ കുക്കറിൽ ഒഴിച്ചതിന് ശേഷം ഉപ്പും എരിവും എല്ലാം ഒന്ന് ചെക്ക് ചെയ്യും. ഉപ്പും എരിവും എല്ലാം നല്ല കറക്റ്റായിട്ടുണ്ട്. കുരുമുളക് ഓടിയിട്ടത് കൊണ്ട് അതിൻ്റേതായ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു. എണ്ണ നല്ല തെളിഞ്ഞ് വരാനാണ് എണ്ണ ഒഴിച്ചു. ഒരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കും. എന്നിട്ടുണ്ട്. മൂടി തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കും. നല്ല രുചിയുള്ള ചിക്കൻ കറിയാണിത്. ചപ്പാത്തിയുടെ കൂടെയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും എല്ലാം കഴിക്കാവുന്നതാണ്. ഇത് പൊടികളെല്ലാം വറുത്ത് വെച്ചിരിക്കുന്നത് ഒരു കേരള സ്റ്റൈൽ തനി നാടൻ ചിക്കൻ കറിയാണിത്. നിങ്ങൾക്ക് എന്തെങ്കിലും എരിവോ മുളകോ പൊടിയോ വേണമെന്നുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കണം. ഇപ്പം തന്നെ നല്ല രുചിയുണ്ട്. കുറച്ച് ഗരം മസാലപ്പൊടി കൂടെ ഇട്ട് കൊടുക്കാം.
ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഇവിടെ കേരളീയരാരും മിക്കവാറും ചിക്കൻ കറിയിലൊന്നും ഉരുളക്കിഴങ്ങ് ഇടാറില്ല. ഇതൊരു പരീക്ഷണം കണക്ക് ഞാനിട്ട് നോക്കിയതാണ്. കറി എല്ലാവരും ചെയ്ത് നോക്കിയതിന് ശേഷം ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നത് വരെ ബൈ.